ഒരുപാട് ഖബറുകൾക്കിടയിൽ ഇങ്ങനെയൊരു വീടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പേടിപ്പെടുത്തുന്ന ഒരു കഥയുണ്ടാവും. കഥ കേൾക്കാം. ഈ കഥ ധൈര്യമുള്ളവർ മാത്രം കേൾക്കുക. ധൈര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ കഥ ഒരിക്കലും കാണരുത്. ഇങ്ങനെയൊരു വാചകം ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. അതിന് ഒരു കാരണവുമുണ്ട്. അത്രയ്ക്കും ഭയാനകമായ, എന്നെ ഏറ്റവും കൂടുതൽ ഇരുത്തി ആലോചിപ്പിച്ച ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ കഥ നടന്നത് ബീഹാറിലായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളും അവർക്ക് നേരിടേണ്ടി വന്ന ചില പൈശാചിക ശക്തികളെയും കുറിച്ചുള്ള ഈ കഥ 1990കളിൽ നടന്ന ഒരു കഥയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ കഥ മുഴുവൻ കേട്ടതിന് ശേഷം എനിക്ക് സത്യത്തിൽ ഈ കഥ ചെയ്യണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലും നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന ഒരു കാര്യം നിങ്ങളെ കൂടി അറിയിക്കണം എന്നെനിക്ക് തോന്നി. എന്നാൽ ഈ കഥ നടക്കുന്ന കാലഘട്ടത്ത് ഇതുപോലെയുള്ള സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്തായിരുന്നു. പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ ഇപ്പോഴും ഇതുപോലെ ഇത്രയും സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1990 കാലഘട്ടത്തിൽ അവിടെ എത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടാകാമെന്ന്. ബീഹാറിലെ ഷാഹിദിന്റെ കുടുംബത്തിന് നടന്ന വിചിത്രമായ ഈ അനുഭവം നമുക്ക് കേൾക്കാം. 1990 കാലഘട്ടത്തിൽ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ പോയി പഠിക്കുന്ന ഒരാളായിരുന്നു ഷാഹിദ്. എന്നാൽ ഷാഹിദിന്റെ കുടുംബം എന്നത് ആ ബീഹാറിലെ തന്നെ ഒരു പുരാതന കുടുംബമായിരുന്നു. എന്നാൽ ഷാഹിദിന്റെ ഈ കുടുംബം തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു തൊഴിലുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഖബർസ്ഥാനം മേൽനോട്ടം വഹിച്ച് അതിൻ്റെ കാവൽക്കാരാകുക എന്നതായിരുന്നു അവരുടെ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമായ ഒരു ജോലി. ഷാഹിദിൻ്റെ ഉപ്പയും ഷാഹിദിൻ്റെ ഉപ്പയുടെ ഉപ്പയും അതുപോലെ അവരുടെ കാരണവന്മാരും എല്ലാവരും ചെയ്തു വന്നിരുന്ന ഒരു ജോലിയായിരുന്നു ഈ ഖബർസ്ഥാനിൻ്റെ കാവൽക്കാരൻ എന്ന ചുമതല. അതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങളായിട്ട് അവർ താമസിക്കുന്നതും ആ വലിയ ഖബർസ്ഥാനിയുടെ നടുവിലായിരുന്നു. എന്നാൽ ചെറുപ്പം മുതലേ ഷാഹിദും ഉപ്പയും ഉമ്മയും അടക്കം അവിടെ എല്ലാവരും താമസിച്ചിരുന്നത് അവിടെ തന്നെ ആയതുകൊണ്ട് അവർക്കങ്ങനെ വലിയ രീതിയിലുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോകെ അവർക്ക് എല്ലാവർക്കും അമാനുഷികമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഷാഹിദിന്റെ ഉപ്പ ഷാഹിദിനോട് പറയുന്നത്, നീയും എന്നെ പോലെ ഇനി ഈ ഖബർസ്ഥാനിയുടെ കാവൽക്കാരനാകേണ്ട ആവശ്യമില്ല. നിനക്ക് നന്നായിട്ട് പഠിക്കാം, നിനക്ക് നല്ല സമ്പാദ്യം നേടാം, നിനക്ക് നല്ല ജോലി സമ്പാദിക്കാം, അതിനുവേണ്ടി നീ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഷാഹിദിന് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഷാഹിദ് ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഷാഹിദിന് ഒരു കത്ത് ലഭിച്ചത്. എന്നാൽ ആ കത്ത് വളരെ വൈകിയായിരുന്നു ഷാഹിദിൻ്റെ കയ്യിലെത്തിയത്. ഏകദേശം 1 മാസത്തെ പഴക്കമുണ്ടായിരുന്നു ആ കത്തിന്. ആ കത്ത് തൻ്റെ സുഹൃത്തായ രാജീവിൻ്റേതായിരുന്നു. രാജീവ് അതിലെഴുതിയ വാക്യങ്ങൾ കേട്ട് ഷാഹിദിൻ്റെ കണ്ണ് നിറഞ്ഞു. അതിൽ എഴുതിയിരുന്നത് ഇതുതന്നെയായിരുന്നു: ഷാഹിദിൻ്റെ ഉപ്പ മരണപ്പെട്ടു, നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന്. എന്നാൽ കത്ത് ലഭിച്ചത് ഉപ്പ മരണപ്പെട്ടതിന് ശേഷമുള്ള 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു. എന്നാലും ഷാഹിദിന് സങ്കടം സഹിക്കാനാവാതെ ഷാഹിദ് ഉടനെ തന്നെ ബീഹാറിലേക്ക് വിമാനം കയറി. അന്നത്തെ കാലത്ത് ഫോൺ സന്ദേശമോ ഇന്റർനെറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അവർക്കുണ്ടായിരുന്ന ഏകമാർഗം ഇതുപോലെയുള്ള കത്തുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കത്ത് അവന് ഒരുപാട് വൈകി ലഭിക്കാനും കാരണം. എന്നാൽ തൻ്റെ ഉപ്പ മരണപ്പെട്ട സങ്കടം സഹിക്കാനാവാതെ ഷാഹിദ് ബീഹാറിലേക്ക് എത്തിയ സമയത്ത് അവനെ കൂട്ടാനായിട്ട് അവൻ്റെ സുഹൃത്തായ രാജീവ് തന്നെയായിരുന്നു വന്നിരുന്നത്. ആ സമയത്ത് രാജീവ് ഷാഹിദിനോട് ചോദിച്ചു, നീ എല്ലാം അറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ആ സമയത്ത് ഷാഹിദ് പറഞ്ഞു, നീ അയച്ച കത്ത് ലഭിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ രാജീവ് ഷാഹിദിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ആ വീട്ടിലേക്ക് പോകണ്ട, നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരെ, അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ട് നിനക്ക് മടങ്ങി പോകാമെന്ന്. ആ സമയത്ത് ഷാഹിദ് പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകണം, അവിടെയാണ് എൻ്റെ എല്ലാവരും ഉള്ളത് എന്ന് പറഞ്ഞു.
അങ്ങനെ രാജീവ് പറഞ്ഞു, അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നത് അത്ര ശരിയല്ല. പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടുത്തെ അന്തരീക്ഷം മൊത്തത്തിൽ മോശമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഷാഹിദ് വീണ്ടും രാജീവിനോട് പറഞ്ഞു, ഞാൻ ജനിച്ചത് മുതൽ കേൾക്കുന്നതാണ് ഈ ഒരു കാര്യം. ഞങ്ങളുടെ വീട് ഖബർസ്ഥാനിയുടെ നടുക്കായതുകൊണ്ട് തന്നെ അവിടെ പലതരം പിശാചും പ്രേതവും ഉണ്ടെന്ന കഥ ഞാൻ ജനിച്ചത് മുതലേ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ കേൾക്കുന്നതാണ്. എനിക്കതിൽ ഇനിയൊരു പുതുമയൊന്നും ഇല്ല രാജീവ് എന്ന് പറഞ്ഞ് ഷാഹിദ് അങ്ങോട്ടേക്ക് തന്നെ പോയി. ആ സമയത്ത് രാജീവ് പറഞ്ഞു, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല, നീ പോയിട്ട് മടങ്ങി വാ എന്ന് പറഞ്ഞ് രാജീവ് ഷാഹിദിനെ ആ വീടിൻ്റെ ഇരുവശത്തുമുള്ള ഖബർസ്ഥാനിക്ക് അരികിലുണ്ടായിരുന്ന ഒരു ഇടവഴിയിൽ ഇറക്കി വിട്ടു. ഷാഹിദ് ഉടനെ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എന്നാൽ ആ വീടിൻ്റെ അകത്തേക്ക് കയറിയ സമയത്ത് ആ വീട് മുഴുവൻ ആകെ ജീർണിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആരും നോക്കാനില്ലാതെ, ആരും ഉപയോഗിക്കാത്ത തരത്തിൽ ജീർണിച്ച് കിടക്കുന്നു. ഒരു മൂലയിൽ ഷാഹിദിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉമ്മ ഉറക്കെ പറഞ്ഞു, നീ വളരെ വൈകിയിരിക്കുന്നു മോനെ എന്ന്. ഉടനെ തന്നെ ഷാഹിദ് ഓടിച്ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ സമയത്ത് കത്ത് ലഭിച്ചത് വളരെ വൈകിട്ടാണെന്നും അതുപോലെ അവന് ഇങ്ങോട്ടേക്ക് എത്താൻ വൈകിയതിൻ്റെ കാരണമൊക്കെ ഉമ്മയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ ഉമ്മ അപ്പോൾ പറഞ്ഞു, എല്ലാം വിധിയാണ് മോനെ എന്ന് ഷാഹിദിനെ സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം വീടും സ്ഥലവുമൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ഉമ്മ ഷാഹിദിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ഷാഹിദ് ആ വീട്ടിലേക്ക് വന്നത് മുതലേ ഷാഹിദിന് അവിടെ എന്തൊക്കെയോ തരത്തിലുള്ള ഒരു വല്ലാത്ത അനുഭവം നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്ന സമയത്ത് തന്നെ ആരോ പിന്തുടരുന്ന പോലെയും പുറകിൽ നിന്ന് ഉപ്പ അവനെ വിളിക്കുന്നത് പോലെയുള്ള ശബ്ദത്തിൽ ആരോ അവനെ വിളിക്കുന്നത് പോലെയുമൊക്കെ ഷാഹിദിന് തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഷാഹിദിന് അവിടെ ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. തൻ്റെ തോന്നലായിരിക്കാം എന്ന് കരുതി അവൻ അവിടെ തന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞു. എന്നാൽ ഉമ്മ മുറിയിൽ നിന്നും പുറത്തേക്ക് വരാതെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ അവൻ ഭക്ഷണം പാകം ചെയ്ത് ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ഉമ്മയ്ക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ഉമ്മ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ഷാഹിദ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നമുക്ക് ഈ വീട് വിൽക്കാം, എന്നിട്ട് ഉമ്മയ്ക്കും എനിക്കും ഓസ്ട്രേലിയയിലേക്ക് പോകാം, അവിടെ താമസിക്കാം, ഇനി നമുക്ക് ഇവിടെ ആരാണുള്ളത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ കുറേ വർഷങ്ങളായിട്ട് ഈ ഖബർസ്ഥാനിയുടെ കാവൽക്കാരാണ് നമ്മൾ, ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ നിന്നും പെട്ടെന്ന് പോരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഷാഹിദ് പറഞ്ഞു, എനിക്ക് ഉമ്മയുടെ സമ്മതം വേണ്ട, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട് വിൽക്കണം, അത് വിറ്റിട്ട് ഉമ്മ എൻ്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരിച്ചു പോരണമെന്നും ഷാഹിദ് പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഷാഹിദ് സ്ഥലമൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു ബ്രോക്കറുമായിട്ട് ആ വീട്ടിലേക്ക് എത്തി. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് ആ ബ്രോക്കർ ആ വീടിന് ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആരോ എടുത്തെറിഞ്ഞതുപോലെ അദ്ദേഹം ആ വീടിൻ്റെ പടിയിൽ നിന്നും മുറ്റത്തേക്ക് ഉരുണ്ട് മറിഞ്ഞു വീണു. എന്നാൽ അവിടെ നിന്നും അദ്ദേഹം കുതറി എഴുന്നേറ്റ് ഷാഹിദിനോട് പറഞ്ഞു, മോനെ ഷാഹിദേ, ഈ ലോകത്ത് 3 വിഭാഗം മനുഷ്യരുണ്ട്. 1, പ്രേതങ്ങളിലും പിശാചുക്കളിലും വിശ്വാസമില്ലാത്തവർ. 2, പ്രേതത്തിൻ്റെ സാന്നിധ്യം മാത്രം മനസ്സിലാക്കുന്നവർ. 3, ഇത്തരത്തിലുള്ള ആത്മാക്കളെ കാണുന്നവർ. ഞാൻ ആ 3ാമത്തെ കൂട്ടത്തിൽ പെട്ടവരാണ്. ഈ വീടിനുള്ളിൽ ഒരുപാട് ആത്മാക്കളുണ്ട്. നിന്റെ ഉമ്മയ്ക്ക് ചുറ്റും ഏകദേശം 20ഓളം ആത്മാക്കൾ കൂടിയിരിക്കുന്നുണ്ട്. ഉമ്മയുടെ പുറകിൽ 20ഓളം ആത്മാക്കൾ ഉമ്മയ്ക്ക് കാവലിരിക്കുന്നുണ്ട്. എന്തു വന്നാലും എനിക്ക് ഈ വീട് വിറ്റ് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഉള്ളിൽ പേടിയോടെ നിന്നിരുന്ന ആ ബ്രോക്കർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം ഷാഹിദ് ഇത് എന്തുകൊണ്ടാണ് ആ ബ്രോക്കർ ഇങ്ങനെ പറഞ്ഞതെന്ന കാര്യം ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, നിന്റെ ഉപ്പ മരിക്കും മുന്നേ കുറേ ദിവസമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അർദ്ധരാത്രിയിൽ ഖബർസ്ഥാനിൽ നിന്നും മരണപ്പെട്ടവരുടെ കരച്ചിൽ കേൾക്കുന്നു എന്നും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ വാതിൽ തുറന്ന് ആരോടോ സംസാരിക്കുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും ഉമ്മ ഷാഹിദിനോട് പറഞ്ഞു. ഉപ്പയോട് കാര്യം അന്വേഷിച്ചപ്പോൾ ഉപ്പ പറഞ്ഞത്, ഖബർസ്ഥാനിൽ കിടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പൈശാചികമായിട്ടുള്ള ആത്മാക്കൾ വീടിനുള്ളിൽ അഭയം തരുമോ എന്ന് ചോദിച്ച് വരികയാണെന്നാണ് എന്നോട് മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞു. ഇതുകൂടി കേട്ടതോടെ ഷാഹിദിന് പേടി തോന്നി.
എന്നാൽ വീട് വിൽക്കാൻ ഷാഹിദിന് കഴിയാതെ വന്നതും ഉമ്മ ഷാഹിദിൻ്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോരില്ല എന്ന തീരുമാനവും ഷാഹിദിനെ മാത്രം ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടതായി വന്നു. ഉമ്മയോട് യാത്ര പറയുന്ന സമയത്ത് ഷാഹിദ് പറഞ്ഞു, എനിക്ക് എന്തായാലും ഓസ്ട്രേലിയയിലേക്കൊന്ന് പോയി വരണം, അല്ലാതെ എൻ്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെടും. ഞാൻ അവിടെ പോയി കുറച്ച് ദിവസത്തേക്ക് കൂടി ലീവ് നീട്ടിയിട്ട് ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ തിരികെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ആദ്യം രാജീവിനടുത്ത് പോയിട്ട് അവിടെ നിന്നാവും ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് അവൻ്റെ ഉമ്മ ഒരു വല്ലാത്ത തരം ശബ്ദത്തോടു കൂടി ഷാഹിദിനോട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും തിരിച്ചു വരില്ലേ മോനെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഷാഹിദ് ചോദിച്ചു, ഇവിടെ ഉമ്മ മാത്രമല്ലേ ഉള്ളൂ എന്ന്. ആ സമയത്ത് പറഞ്ഞു, അല്ല, നിന്റെ ഉപ്പയും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി ഷാഹിദ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അവിടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനിരിക്കുന്ന സമയത്ത് ആരോ പേരെഴുതാത്ത ഒരു ഖബറിന് മുകളിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആരാണെന്ന് നോക്കാനായിട്ട് പോയ സമയത്ത് പെട്ടെന്ന് ആ ഖബർസ്ഥാനിലിരുന്ന് കരയുന്ന ആ വിചിത്രമായ രൂപം അവനെ നോക്കി. അത് അവൻ്റെ ഉപ്പയായിരുന്നു. ഇതുകൂടി കണ്ടതോടെ ഷാഹിദിന് എന്തൊക്കെയോ വല്ലാത്ത അസ്വസ്ഥത തോന്നിക്കൊണ്ടിരുന്നു. എന്നാൽ കണ്ണടയ്ക്കുന്ന വേഗത്തിൽ ആ ഖബറിൽ നിന്നും ആ രൂപം അപ്രത്യക്ഷമായിരുന്നു. എങ്കിൽ പോലും തൻ്റെ ഉമ്മ ആ തറവാടിനുള്ളിൽ സുരക്ഷിതമായിരിക്കും എന്ന ഒരു സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഷാഹിദ് അവിടെ നിന്നും വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് ചെന്നു. ഓസ്ട്രേലിയയിൽ എത്തിയ സമയത്ത് തനിക്ക് വന്ന ലെറ്റർ ബോക്സിൽ ഒന്നുകൂടി അവൻ നോക്കുന്ന സമയത്ത് അവന് ഒരു കത്ത് കൂടി ലഭിച്ചിരുന്നു. അത് അവൻ പോരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ അതുകൂടി വായിച്ച സമയത്ത് ഷാഹിദിൻ്റെ കാലിനടിയിൽ നിന്നും മണ്ണൊക്കെ ഒലിച്ചു പോകുന്നത് പോലെ അവന് തോന്നി. അവന് ചുറ്റും ഈ ഭൂമി ഒരുപാട് വേഗത്തിൽ കറങ്ങുന്നത് പോലെയും അവന് തോന്നി. അതും തൻ്റെ സുഹൃത്ത് രാജീവിൻ്റെ കത്തായിരുന്നു. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഷാഹിദ്, നിന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 8 ദിവസമായിരിക്കുന്നു. 8 ദിവസത്തിന് ശേഷം നിന്റെ ഉമ്മയും മരണപ്പെട്ടു. ഇനിയെങ്കിലും നീ എത്രയും പെട്ടെന്ന് വരണം എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. എന്നാൽ ഷാഹിദ് ആ സമയത്ത് ഉറക്കെ അവനോട് തന്നെ സംസാരിച്ചു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ആരെയായിരുന്നു? എനിക്ക് ഭക്ഷണം വിളമ്പി തന്നത് ആരായിരുന്നു? ആ പേരെഴുതാത്ത ഖബർ അപ്പോൾ എൻ്റെ ഉമ്മയുടേതായിരുന്നിരിക്കാം. അതുകൊണ്ടാവാം എൻ്റെ ഉപ്പ അതിനു മുകളിലിരുന്ന് കരയുന്നത് എന്ന് അവന് ആശ്ചര്യം തോന്നി. ഇതൊക്കെ ആരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ വീണ്ടും അവൻ ഓസ്ട്രേലിയയിൽ നിന്നും ബീഹാറിലേക്ക് പുറപ്പെടാനായി തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന ജോലികളൊക്കെ മാറ്റിവെച്ചും അവിടുത്തെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തുമൊക്കെ അവൻ വീണ്ടും ബീഹാറിലെ ആ വലിയ തറവാട്ട് വീട്ടിലേക്ക് എത്തി. എന്നാൽ ആ തറവാട് വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവനെ സ്വീകരിക്കാനായി വീണ്ടും വന്ന രാജീവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് രാജീവ് ഒന്ന് അന്താളിച്ചു പോയി. ആ സമയത്ത് രാജീവ് പറഞ്ഞു, നീ ഒരിക്കലും ഈ വീട്ടിൽ തനിയെ താമസിക്കരുത്. ഈ വീട് എന്തോ ശാപം പിടിച്ച വീടാണ്. നിന്റെ വീട്ടിലെ എല്ലാവരും ആയുസ്സെത്തും മുന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. നീ ഒരിക്കലും ഈ ഖബറുകളുടെ ഇടയിലുള്ള ഈ വലിയ വീട്ടിൽ താമസിക്കരുത്. ഇത് ആരും വാങ്ങാനും പോകുന്നില്ല. അത് അവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഷാഹിദ് പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് ഒരിക്കൽ കൂടി ആ വീടിനുള്ളിലേക്ക് പോകണം. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഷാഹിദ് ആ വീട്ടിലേക്ക് കയറി. കൂടെ രാജീവും ഉണ്ടായിരുന്നു. എന്നാൽ ഷാഹിദ് ഇത്തവണ ആ വീട്ടിലേക്ക് കയറിയ സമയത്ത് ഷാഹിദ് മുന്നേ കേട്ടിരുന്ന അതേ ശബ്ദം, നീ വളരെ വൈകിയിരിക്കുന്നു മോനെ, ഞങ്ങളെ വിട്ട് നീ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ട് എന്താണ് നീ പോയത് എന്ന് പറഞ്ഞ് അവൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഭീകരമായ ആ 2 രൂപങ്ങൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നാൽ അവർ അവനെ ഉപദ്രവിച്ചതൊന്നുമില്ല. പക്ഷേ ആ ഖബർസ്ഥാനിലെ മുഴുവൻ ഖബറിലെയും ആത്മാക്കളും അവരുടെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു അവനെ ഏറ്റവും പേടിപ്പെടുത്തിയിരുന്ന കാഴ്ച. എന്നാൽ പിന്നീട് ഒരിക്കലും ഷാഹിദ് ആ വീട്ടിലേക്കോ ഖബർസ്ഥാനിലേക്കോ വന്നിട്ടില്ല. രാജീവിനോട് എന്നേക്കുമായിട്ട് യാത്ര പറഞ്ഞ് ഷാഹിദ് ഓസ്ട്രേലിയയിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്തു. ഈ കഥ എന്നോട് പറഞ്ഞു തന്നത് എൻ്റെ ഒരു
സുഹൃത്താണ്. അവൻ ബീഹാറിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ്റെ മറ്റൊരു സുഹൃത്ത് അവന് പറഞ്ഞു കൊടുത്ത കഥയാണ്. ഈ കഥയിൽ ഇത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് വ്യക്തമല്ല, എങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ നടന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബീഹാറിലെ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തറവാടുകളിൽ ഇങ്ങനെയൊരു ജോലി സമ്പ്രദായമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഖബർസ്ഥാനുകൾ, അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വീട്ടുകാർ കാവൽ നിൽക്കണം. അങ്ങനെയുണ്ടായിരുന്ന ഒരു വീട് ചിലപ്പോൾ ബീഹാറിൽ ഉണ്ടായേക്കാം. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം തരാനാവില്ല. കാരണം പുതിയ ജനറേഷനിൽ നമ്മൾ എല്ലാം കൊണ്ടും മാറിയ ഈ സാഹചര്യത്തിൽ അതിനും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കാം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.